ടൈം എഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള സീലിംഗ് ഫാൻ മുകളിൽ കയറാതെ എങ്ങനെ താഴത്ത് നിന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ചൂടുകാലമാണല്ലോ, ഫാൻ ഒരു അത്യാവശ്യ സാധനമാണ്. അതിനാവശ്യമുള്ള സാധനം പെയിൻറ്റർമാർ ഉപയോഗിക്കുന്ന ഇതേപോലെ ഒരു റോളർ ബ്രഷ് വേണം. റോളർ ബ്രഷ് ഒരു ചെറിയത് മതി. അതേപോലെ തന്നെ ആ റോളർ ബ്രഷ് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു കമ്പോ വേണം. ഇത് നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ അടുത്ത് വരെ എത്തുന്ന അത്രയും നീളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതേപോലെ തന്നെ വേറൊരു കമ്പും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കമ്പ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊരു കമ്പിയും കൂടെ ഒന്ന് വളച്ച് വയ്ക്കാം. ഈ കമ്പി എന്തിനാണ് ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ആവശ്യം ഒരു ബക്കറ്റ് വെള്ളമാണ്. ഇത്രയും മതി നമ്മുടെ ഫാൻ നിലത്ത് നിന്ന് ക്ലീൻ ചെയ്യാം. മേളിൽ കയറി നിന്ന് റിസ്ക് എടുത്തൊന്നും ഇനി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ ആ വെള്ളത്തിൽ ആ റോളർ ബ്രഷ് ഒന്ന് മുക്കി അതൊന്ന് നമുക്കിനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞും കൂടെ എടുക്കാം. പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ ആ വെള്ളം നമ്മൾ മേളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇറ്റിറ്റ് നമ്മുടെ മേത്ത് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഒരു കമ്പിൻ്റെ അറ്റത്ത് കമ്പി വളച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉപയോഗം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ. അത് ആ ഫാനിൻ്റെ ലീഫ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഹോൾഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫാനിൻ്റെ ലീഫ് വളയാനോ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ സാധ്യതയുണ്ട്. അത് മറ്റേ കൈ കൊണ്ട് പിടിച്ച് ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ റോളർ ബ്രഷ് ഉപയോഗിച്ച് ഫാനിൻ്റെ ലീഫ് പയ്യെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. അത് നനച്ചതുകൊണ്ട് ആ ഫാനിൻ്റെ ലീഫിലുള്ള പൊടിയും അഴുക്കുമെല്ലാം അതേ പയ്യെ പറ്റി ഇങ്ങ് പോരും. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് സാവധാനം അത് എടുത്താൽ മതി. ഇനി അത് നമ്മൾ ആ ബക്കറ്റിൽ മുക്കി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകണം. ആ ബക്കറ്റിൻ്റെ സൈഡിൽ തന്നെ റോളർ ബ്രഷ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്ത് വെള്ളത്തിൽ മുക്കിയെടുത്താൽ അതിലുള്ള അഴുക്ക് ആ വെള്ളത്തിലോട്ട് തന്നെത്താൻ പൊയ്ക്കോളും. നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായി ഒന്ന് പിഴിഞ്ഞ് ഒന്നുകൂടെ എടുക്കുക. വീണ്ടും നമുക്ക് നമ്മളുടെ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ തുടർന്ന് ചെയ്യാം. നമ്മളുടെ ആ ഹോൾഡർ കമ്പി കൊണ്ട് ഒന്നുകൂടെ ഫാനിൻ്റെ ലീഫ് ഹോൾഡ് ചെയ്യുക. വീണ്ടും ആ പൊടി ഇരിക്കുന്നതും ആ അഴുക്ക് പിടിച്ചിരിക്കുന്നതും നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഈ പൊടിയും അഴുക്കും പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. പിന്നെ ഒച്ചയും വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ ഈ സൈഡ് ക്ലീൻ ചെയ്തു, മറ്റേ സൈഡിൽ ആ ഹോൾഡർ കമ്പി ഉപയോഗിച്ച് ഒന്ന് പിടിച്ചിട്ട് ഒന്നുകൂടെ റോൾ ചെയ്ത് റെഡിയാക്കി എടുക്കാം. പയ്യെ അഴുക്ക് നമ്മുടെ ആ റോളർ ബ്രഷയിലോട്ട് പറ്റി വരുന്നുണ്ട്. ആ ലീഫ് നന്നായിട്ട് ക്ലീനായി വരുന്നുണ്ട്. കുറേ നാളത്തെ അഴുക്ക് ഉള്ളത് കൊണ്ട് പയ്യെ റോൾ ചെയ്തെടുക്കുക. ഇതാ ഇപ്പോൾ അതിലുള്ള അഴുക്ക് അത് നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ ആ ലീഫിൻ്റെ മുകൾ വശം ആ റോളർ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ആ റോളർ ബ്രഷിൻ്റെ ആകൃതി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മേൽവശവും റോൾ ചെയ്തെടുക്കാം. അതേപോലെ ആ കപ്പിൻ്റെ ഭാഗം ഒക്കെ നന്നായിട്ട് റോൾ ചെയ്തെടുത്താൽ അതേലുള്ള പൊടിയും അഴുക്കും ഒക്കെ നന്നായിട്ട് അതേലോട്ട് പറ്റിയിട്ടുണ്ടാകും. ഇത് നന്നായിട്ട് ക്ലീനായി വരും. പയ്യെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇനി മേളിൽ കയറി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ആ 3 ലീഫും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫാൻ നന്നായിട്ട് വെളുത്തിട്ടുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.